ചരിത്രം പേറുന്ന പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ നടന്ന പെരുംകൊള്ള. ലോകത്തെ ഞെട്ടിച്ച ആ വൻ കവർച്ച നടന്നിട്ട് 3 ദിവസമായിട്ടും കള്ളന്മാർ എന്നും കാണാമറയത്ത്. വിലമതിക്കാനാവാത്ത അമൂല്യ വസ്തുക്കൾ കൈക്കലാക്കാൻ തയ്യാറാക്കിയത് ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റ്. കള്ളന്മാരുടെ തിരക്കഥയും പ്രകടനവും ആസൂത്രണവും എങ്ങനെയായിരുന്നു? കാണാം. ഈ വാർത്തയോടുകൂടി ക്രൈം ഫയലോടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നാളെ. പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിലുണ്ടായ മോഷണ വാർത്ത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ അത്രയും. വെറും 7 മിനിറ്റിനുള്ളിലാണ് സകലമാന സെക്യൂരിറ്റി സംവിധാനങ്ങളെയും നോക്കുകുത്തികളാക്കി മോഷ്ടാക്കൾ മ്യൂസിയത്തിനകത്ത് കയറിയതും മോഷണം നടത്തി തിരികെ പോയതും. ഒരു പക്കാ പ്ലാൻഡ് റോബറി. ദിനംപ്രതി ഏകദേശം 10,000 ആളുകൾ എത്തുന്ന ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് മുഖം മൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ മോഷ്ടിച്ചത് ഒന്നും രണ്ടുമല്ല, 19-ാം നൂറ്റാണ്ടിലെ വിലമതിക്കാനാകാത്ത 9 വജ്രാഭരണങ്ങൾ. സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച മ്യൂസിയത്തിന്റെ ഓപ്പണിംഗ് സമയത്തിന് അരമണിക്കൂർ മുൻപ് എത്തി കൃത്യം നടത്തി. വെറും 7 മിനിറ്റ് കൊണ്ട് തിരികെ പോവുക. മിഷൻ ഇംപോസിബിൾ പോലുള്ള ഹോളിവുഡ് സിനിമയിലെ പോലെയായിരിക്കണം ആ രംഗങ്ങൾ. ഇനി അവർ നടത്തിയ പക്കാ പ്ലാൻഡ് റോബറി എങ്ങനെയായിരുന്നു എന്നറിയണ്ടേ? കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഒക്ടോബർ 19-ന് സന്ദർശകർക്കായി മ്യൂസിയം തുറന്നുകൊടുക്കുന്നതിന് അരമണിക്കൂർ മുൻപ് മുഖം മൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ യന്ത്രഗോവണി വഴി മ്യൂസിയത്തിന്റെ ബാൽക്കണിയിലേക്ക് കയറി. കട്ടർ ഉപയോഗിച്ച് ബാൽക്കണിയിലെ ജനാല തകർത്ത മ്യൂസിയത്തിലേക്ക് മോഷ്ടാക്കൾ കയറി. 2 പേർ പുറത്ത് സ്കൂട്ടറിൽ നിന്നു. പിന്നീട് അകത്ത് കയറിയ മോഷ്ടാക്കൾ വജ്രാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിസ്പ്ലേ ബോക്സുകൾ തകർത്ത് ആഭരണങ്ങളും വജ്രങ്ങളും കൈക്കലാക്കി. 9 വജ്രാഭരണങ്ങൾ കൈക്കലാക്കിയെങ്കിലും അതിൽ 1 നിലത്തു വീണുപോയി. ബാക്കി 8 എണ്ണവുമായി അതേ ലാഡറിലൂടെ അവർ പുറത്തേക്ക്. പിന്നീട് ബൈക്കുകളിൽ ത്രില്ലർ സീരീസുകളെ വെല്ലുന്ന പ്രകടനം, അതും പക്കാ പ്രൊഫഷണൽ രീതിയിൽ. മോഷണം നടന്ന സെക്കൻഡുകളിൽ തന്നെ സെക്യൂരിറ്റി അലാമുകൾ മുഴങ്ങുകയും വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും കള്ളന്മാർ എസ്കേപ്പ്. നെപ്പോളിയൻ ചക്രവർത്തിയും ഭാര്യയും ഉപയോഗിച്ചിരുന്ന 8 വജ്രാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. അവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ചരിത്ര പ്രസിദ്ധമായ ശേഖരമുള്ള മ്യൂസിയമാണ് ലൂവ്ർ മ്യൂസിയം. ഫ്രഞ്ച് റവല്യൂഷന് പിന്നാലെയാണ് മുൻപ് രാജകൊട്ടാരമായിരുന്ന ഈ കെട്ടിടം മ്യൂസിയമാക്കിയത്. പുരാതന ഗ്രീസ്, ഈജിപ്ത്, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ, യൂറോപ്യൻ കലാകാരന്മാരുടെ പെയിന്റിങ്ങുകൾ, നെപ്പോളിയൻ മൂന്നാമന്റെ ആഡംബര വസതിയിൽ സൂക്ഷിച്ചിരുന്ന ആന്റിക് ഫർണിച്ചറുകൾ എന്നിവയുൾപ്പെടെ നിരവധി കലാസൃഷ്ടികൾ ഉൾപ്പെടെ 35,000-ൽ പരം അമൂല്യ വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട്. ഇത് ആദ്യമായല്ല മ്യൂസിയത്തിൽ മോഷണം നടക്കുന്നത്. 1976-ൽ 3 മോഷ്ടാക്കൾ ലൂവ്റിന്റെ 2-ാം നിലയിലെ ചില്ലുകൾ തകർത്ത് ചാൾസ് 10-ാമൻ രാജാവിന്റെ വജ്രം പതിച്ച വാൾ മോഷ്ടിച്ചിരുന്നു. 1990-ൽ പോർട്രേറ്റ് ഓഫ് എ സീറ്റഡ് വുമൺ എന്ന പെയിന്റിംഗ് മോഷ്ടിച്ചിരുന്നു. 1911-ൽ ലോക പ്രശസ്ത മൊണാലിസ ചിത്രവും മോഷണം പോയിരുന്നു. അന്ന് മ്യൂസിയത്തിലെ സുരക്ഷാ ജീവനക്കാരൻ തന്നെയായിരുന്നു മോഷ്ടാവ്. പാരീസ് പോലീസ് ആസ്ഥാനത്തിന് 800 മീറ്റർ മാത്രം അകലെയുള്ള ലൂവ്ർ മ്യൂസിയത്തിലുണ്ടായ ഈ വൻ കവർച്ചയിൽ മാക്രോൺ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും പോലീസിന്റെ അനാസ്ഥയും സംബന്ധിച്ച ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും മോഷണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഭരണ സംവിധാനങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ശരിവച്ചിരിക്കുകയാണ്.